ശരിക്കും മോഹൻ പോത്തൻ കാട്ടുകുന്നിലേക്ക് വരുന്നത് വെച്ചാണ് ഈ ഒരു എക്കോ എന്ന് പറയുന്ന സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ അപ്പൂട്ടിയോട് മോഹൻ പോത്തൻ പറയുന്നത് തനിക്ക് ഇവിടെയുള്ള നായ്ക്കളുടെ ബ്രീഡ് വേണം, അതിനുവേണ്ടിയാണ് താനൊരു ഹസ്കിയുമായിട്ട് വന്നിട്ടുള്ളത്. ഹസ്കിക്ക് ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു ബ്രീഡിനെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പുള്ളി അങ്ങോട്ട് വരുന്നത്. പക്ഷേ പുള്ളിയുടെ ശരിയായ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുര്യച്ചൻ ഒളിവിലാണെന്ന് പുള്ളിക്കറിയാം. കുര്യച്ചന് കാവലായിട്ട് നായ്ക്കളുണ്ടെന്ന് അറിയാം. ഹീറ്റിംഗ് ഉള്ള തന്റെ ഹസ്കിയെ വെച്ചിട്ട് ആ നായ്ക്കളെ അട്രാക്ട് ചെയ്യുകയും അതുവഴി കുര്യച്ചനെ കണ്ടെത്താം എന്നതായിരുന്നു മോഹൻ പോത്തന്റെ പ്ലാൻ. ആ പ്ലാൻ വർക്കൗട്ട് ആയില്ലെന്ന് മാത്രമല്ല, നായകളുടെ ആക്രമണമേറ്റ് മോഹൻ പോത്തന് മരിക്കേണ്ടിയും വന്നു. എന്തിനാണ് മോഹൻ പോത്തിനെ നായ്ക്കൾ കൊന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുതരാം. അതായത് ആ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റില്ല, മോഹൻ പോത്തൻ ബൈനോക്കുലർ ഉപയോഗിച്ച് കാടിന്റെ നടുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീൻ തന്നെയാണ് ക്ലൈമാക്സിലും മ്ലാത്തിച്ചേർത്തിയിലും നമ്മൾ കാണുന്നത്. അതായത് ബൈനോക്കുലർ ഉപയോഗിച്ച് കാട്ടിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പൊ മോഹൻ പോത്തൻ അങ്ങനെ നോക്കുമ്പോൾ കുര്യച്ചനെ ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ മോഹൻ പോത്തൻ ഉറപ്പായിട്ടും കുര്യച്ചനെ തിരക്കി അങ്ങോട്ട് പോകും. പക്ഷെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് മ്ലാത്തിച്ചേർത്തി തന്റെ നായ്ക്കളെ ഉപയോഗിച്ച് മോഹൻ പോത്തനെ കൊല്ലുന്നത്. കുര്യച്ചനെ മറ്റൊരാൾ കണ്ടുപിടിച്ചാൽ താൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടി, അതായത് കുര്യച്ചനെ നരകിപ്പിച്ച് കൊല്ലുക എന്നൊരു പരിപാടി മ്ലാത്തിച്ചേർത്തി വിചാരിച്ച പോലെ നടക്കില്ല. അതുകൊണ്ടാണ് മോഹൻ പോത്തനെ തന്റെ പട്ടികളെ ഉപയോഗിച്ച് മ്ലാത്തിച്ചേർത്തി കൊല്ലുന്നത്.